ഫോർമുല 1 കാറിന്റെ താഴെ ഒരു പലക കഷ്ണമുണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയോ? ഫോർമുല 1 ഇപ്പോൾ ഓട്ടത്തിനിടയ്ക്ക് ഫ്യൂൽ അടിക്കാറില്ല. അതെന്താണ് കാരണം എന്ന് നിങ്ങൾക്കറിയോ? ഫോർമുല 1 കാറിന്റെ മുകളിൽ 3 കാലുകളുള്ള ഒരു ചെറിയ റോൾ കേജ് പോലുള്ള സംഗതി കണ്ടില്ലേ? അതെന്താണെന്ന് അറിയോ? നമസ്കാരം. ഈയിടെ നമ്മളൊരു സിനിമ ഉണ്ട്, ഫോർമുല 1 അഥവാ F1. ഓക്കെ, ഈ പടം കാണാൻ പോയപ്പോൾ എൻ്റെ കൂടെ ആദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഗെയിമൊക്കെ കളിച്ചിട്ട് ഏറെക്കുറെ ഫോർമുല 1ൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. ഞാനെന്നാൽ അത്രയ്ക്ക് അങ്ങോട്ട് കാര്യങ്ങൾ അറിയുന്ന കൂടുതലല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഫോർമുല 1 എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും എന്താണ് അതിൻ്റെ കാര്യങ്ങളെന്നും അറിയാനും അതൊന്ന് ചെറുതായിട്ട് മനസ്സിലാക്കാനും ശ്രമിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫോർമുല 1 എന്ന് പറയുന്നത് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഗെയിമാണ്. അതിനകത്തേക്ക് വരുന്നതിന് മുന്നേ കുറച്ച് കൗതുകങ്ങൾ പറയട്ടെ. ഫോർമുല 1 കാറിൻ്റെ താഴെ ഒരു പലക കഷ്ണമുണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയോ? ഇനി ഫോർമുല 1 ഇപ്പോൾ ഓട്ടത്തിനിടയ്ക്ക് ഫ്യൂൽ അടിക്കാറില്ല. അതെന്താണ് കാരണം എന്ന് നിങ്ങൾക്കറിയോ? ഇനി ഫോർമുല 1 കാറിൻ്റെ മുകളിൽ 3 കാലുകളുള്ള ഒരു ചെറിയ റോൾ കേജ് പോലുള്ള സംഗതി കണ്ടില്ലേ? അതെന്താണെന്നറിയോ? ഈ വിമാനവും അല്ലെങ്കിൽ ഫോർമുല 1 കാറും തമ്മിലുള്ള വ്യത്യാസം എന്താ അറിയോ? അങ്ങനെ ചോദിക്കാൻ കാരണം അതിന് സാമ്യതകൾ കുറേ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. എന്തായാലും എല്ലാം പറയാം, തുടങ്ങാം നമുക്ക്. ഈ ഫോർമുല 1 അഥവാ F1 എന്ന് പറയുന്ന സ്പോർട്ട് ഐറ്റം അല്ലെങ്കിൽ ഗെയിം എന്ന് പറയുന്നത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഗെയിമാണത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ലളിതമായിട്ട് സാധാരണക്കാരായ ഞാൻ മനസ്സിലാക്കിയ പോലെ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ്. ഇതിനകത്ത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം, കാര്യങ്ങൾ കൂടുതലായിട്ട് കുറച്ചധികം നേരേക്ക് കൊണ്ടുപോകാം. ഇതിൻ്റെ ഫിനാൻഷ്യൽ കാര്യങ്ങളോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ ബാക്കിലെ മണി വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഞാനിതിൽ പറയുന്നില്ല. അത് വേറൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ഓക്കെ, മില്യൺസ് ചിലവാക്കിക്കൊണ്ടുള്ള ഒരു വലിയ സ്പോർട്ട് ഐറ്റമാണ് ഫോർമുല 1 സ്പോർട്സ് ഐറ്റം എന്ന് പറയാം. ഒളിമ്പിക്സ് കഴിഞ്ഞാൽ ഫിഫ ഫുട്ബോൾ വേൾഡ് കപ്പ് കഴിഞ്ഞാൽ മൂന്നാമത് ആളുകൾ കാണുന്ന ഒരു ഗെയിം കൂടെയാണത്. ഇതെന്താണ് ഇത്ര കാണാൻ? ഇതിലെന്താണ് കാര്യം? ഒരു കാർ ഇങ്ങനെ പോകുന്നല്ലാണ്ട് വേറെ ഒന്നുമില്ലല്ലോ എന്ന് തോന്നണ്ട. ഇതിനകത്ത് ഫിസിക്സ് ഉണ്ട്, ഇതിനകത്ത് ഗെയിം റൂൾസ് ഉണ്ട്. പിന്നെ സിമ്പിളായിട്ട് പറഞ്ഞാൽ വളരെ എളുപ്പമായിട്ട് മനസ്സിലാക്കാനും പറ്റും. ഫോർമുല 1 സിനിമ ഞാൻ കണ്ടു എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ആ സിനിമ എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നും, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിയേക്കാം. അതിൻ്റെ ഉത്തരം കൂടി തരാം. ഫോർമുല 1 എന്ന് പറയുന്ന ആപ്പിൾ നിർമ്മിച്ച സിനിമ, ലൂയിസ് ഹാമിൽട്ടൺ ഉണ്ട്, ആപ്പിളിലൊക്കെ നിർമ്മിച്ച സിനിമ എന്ന് പറയുന്നത് നല്ല സിനിമയാണ്, എക്സെപ്ഷണൽ ആണെന്ന് പറയാം. സ്റ്റിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള റഷിനോളം എത്തിയില്ല എന്ന് എനിക്ക് തോന്നി. ഇത്രയും ടെക്നോളജിയും 4DX കണ്ടിട്ടും എനിക്കെന്തോ കഥാതന്തു അഥവാ കഥയുടെ ഒരു സ്ട്രെങ്ത്ത് കുറവായിട്ട് തോന്നി. അതാണ് എൻ്റെ കാര്യം. എന്നാലും 10-ഒരു 7.5 7.4 ഒക്കെ നമുക്ക് റേറ്റ് ചെയ്യാവുന്ന നിലയ്ക്ക് നല്ല സിനിമയാണ് ഫോർമുല 1. ഒരു വാഹനപ്രേമി കണ്ടിരിക്കേണ്ട പടമാണെന്ന് പറയാം. ഇപ്പോൾ നിങ്ങൾ ഗ്രാൻഡ് ടൂറിസ്മോ കണ്ടിട്ടുണ്ടെങ്കിൽ, റഷ് കണ്ടിട്ടുണ്ടെങ്കിൽ, അതിന് മുന്നേയുള്ള പല പടങ്ങൾ, ദ ഫാസ്റ്റസ്റ്റ് ഇന്ത്യൻ പോലുള്ള പടങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, ഫോർമുല 1 ബേസിക്കല്ല ഞാൻ പറയുന്നത് വാഹന സ്പോർട്സ് അഥവാ വണ്ടി കൊണ്ടുള്ള കായിക അഭ്യാസങ്ങൾ കാണിക്കുന്ന സിനിമകളാണ് അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് കാണണമെന്ന് ഞാൻ പറയും. കാരണം ടെക്നിക്കൽ ബ്രില്യൻസ് ആണ്. ഈവൻ ആപ്പിളിലെ ഐഫോണിൽ, ആപ്പിൾ TV-യിൽ നമുക്ക് ഹാപ്റ്റിക് ട്രെയിലർ അവർ ഇറക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതിൻ്റെ വൈബ്രേറ്റർ ഉപയോഗിച്ചിട്ടേ വണ്ടി ചാട്ടാക്കുന്നതും പന്തെറിയുന്നതും അങ്ങനെയുള്ള പല ഫീഡ്ബാക്കും നമുക്ക് ആ പടത്തിൽ അല്ലെങ്കിൽ ആ ട്രെയിലറിൽ ആപ്പിൾ ഫോൺ തരുന്നുണ്ട്. ആപ്പിളിൽ മാത്രം. ബ്രാഡ് പിറ്റ് എൻ്റെ ഫേവറേറ്റ് നടനാണ്, അതുകൊണ്ട് കാരണമാണ് ഇത് കാണാനായിട്ട് കേട്ടോ, അതും പറയാലോ. പിന്നെ 4DX കാണുന്നില്ല, നിങ്ങൾക്ക് IMAX കാണാം, എവിടെ വേണേൽ കാണാം. 4DX കണ്ടത് ഞാൻ അതിൽ കൂടെ പോകേണ്ടതാണ്, ആദ്യം ആ ഒരു എഫക്റ്റ് കിട്ടണമെന്ന് ആഗ്രഹം പറഞ്ഞോണ്ടാ. ഫോർമുല 1ലേക്ക് വന്നാൽ നമുക്ക് പറഞ്ഞു തുടങ്ങേണ്ടത് കാറിനെ കുറിച്ചാണ്. അല്ലെങ്കിൽ മത്സരത്തെക്കുറിച്ച് പറഞ്ഞതിന് മുന്നേ കാറിനെ കുറിച്ച് അറിയണം. സാധാ റോഡിൽ കാണുന്ന കാറ് പോലെയേ അല്ലല്ലോ ഫോർമുല 1 കാറ്. നിങ്ങൾക്കറിയാം അതിൻ്റെ രൂപം എന്ന് പറയുന്നത് ഇത്തിരി കൗതുകമാണ്. അതെന്താണ് അങ്ങനെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതിന് കാരണം എന്ന് പറയുന്നത് വിമാനമായിട്ടുള്ള സാമ്യത പറഞ്ഞുകൊണ്ട് അതിൻ്റെ കാരണം പറയാം. വിമാനം എങ്ങനെയാണ് എയറിൽ നിൽക്കുന്നത്? എയർ, ഹൈ പ്രഷർ എയർ വിങ്ങിനടിയിലൂടെ പോയിട്ട് ലിഫ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ ലിഫ്റ്റാണ് വിമാനത്തെ താങ്ങി നിർത്തുന്നത് വായുവിൽ. ഓക്കെ, ചിറകാണ് വിമാനത്തെ നിർത്തുന്നത് പറയാം. അതുപോലെ വിങ്സ് ഉണ്ട് ഫോർമുല 1 കാറിന്. വിമാനത്തിൻ്റെ നേരെ വിപരീതമായിട്ട് ഫോർമുല 1 കാറിൽ എന്താ സംഭവിക്കുന്നത്? ഫോർമുല 1 കാറിൽ വായു നിലത്തേക്കാണ് തള്ളുന്നത്. ഹൈ പ്രഷർ ആയിട്ടുള്ള വായു പോകുന്നത് മുകളിലൂടെയാണ്. അതുകൊണ്ട് നമുക്ക് ഗ്രൗണ്ടിലേക്ക് ആ വണ്ടി എങ്ങനെ അമർത്തി പിടിക്കുന്ന ഫീൽ കിട്ടും. ഫോഴ്സ് കൂടുതലാണ്. ആ ഫോഴ്സ് മാനേജ് ചെയ്യണമെങ്കിൽ ശരിക്കും ഡ്രൈവർക്ക് നല്ല സ്ട്രെങ്ത് വേണം. അത് ഡ്രൈവറുടെ ഒരു പോയിന്റിൽ ഞാൻ പറയാട്ടോ. അപ്പോൾ എന്തായാലും വിമാനം ആകാശത്ത് പറക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നിലത്തേക്ക് അമർത്തി പിടിപ്പിച്ചിട്ട് വണ്ടിയെ ഓടിക്കുന്ന ഫോർമുല 1 എത്ര സ്പീഡിലായിരിക്കും പോവുക? നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? അത് 300 കിലോമീറ്ററിന് പുറത്താണ്. ഏറെക്കുറെ 305 കിലോമീറ്റർ സ്പീഡിലാണ് ഫോർമുല 1 ആ ട്രാക്കിലൂടെ പറക്കുന്നത് സ്ട്രെയിറ്റിൽ. അപ്പോൾ ഈ വായുമർദ്ദം വണ്ടിയെ നിലത്തമർത്തി പിടിക്കുമ്പോൾ അത് സ്പീഡിനെ റെസിസ്റ്റ് ചെയ്യും. അതിനുമുള്ള മാർഗം ഈ വണ്ടിക്കകത്ത് തന്നെ ഉണ്ട്.
അത് ഞാൻ വഴിയെ പറയാം. ഈ ഫോർമുല 1 മനസ്സിലാക്കിയാണല്ലോ ഇത്രയും ഹാരം പിടിപ്പിക്കുന്ന വേറൊരു സ്പോർട്സ് ഇല്ല എന്ന് തന്നെ പറയാം, പ്രത്യേകിച്ചും വാഹന പ്രേമികൾക്ക്. കാരണം ഇതിന്റെ പിന്നിലെ ഫിസിക്സ് ഒരു സ്പേസ് പ്രോഗ്രാം പോലെയാണ് ഓരോ കാറും നിർമ്മിക്കുന്നതെന്ന് പറഞ്ഞാലും അതിശയോക്തി ഇല്ല. കാരണം സെക്കൻഡുകളല്ല ഇവർ ഗെയിൻ ചെയ്യുന്നത്, മില്ലി സെക്കൻഡുകളാണ്. ഇപ്പോൾ ഒരു വണ്ടിയുടെ ഒരു സെക്കൻഡ് വേഗം കൂട്ടാനല്ല ഇവർ ശ്രമിക്കുന്നത്, ഒരു മില്ലി സെക്കൻഡാണ്. കാരണം അത്രയും വേഗതയിൽ വണ്ടി ഓടിച്ചാൽ, അത്രയും പെട്ടെന്ന് ഒരു വണ്ടി ഓവർടേക്കാനായാൽ ആ മത്സരം ജയിക്കാൻ പറ്റും. അപ്പോൾ അത് കാണുമ്പോൾ നമ്മുടെ ഉള്ള ഒരു ഹരം ഇങ്ങനെ കൊള്ളും, ആ അഡ്രിനാലിൻ ഇങ്ങനെ റൈസ് ചെയ്യും. അതൊരു പ്രത്യേക ഫീലാണ്. അപ്പോൾ നിങ്ങൾ ഇനി ഫോർമുല 1 കാണുകയാണ്, മൂവിയല്ല, ഒരു മത്സരം കാണുകയാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വായിക്കുകയാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാണ്. അപ്പോൾ ഈ ഗെയിമിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ സ്പോർട്ടിനെ കുറിച്ച് എനിക്ക് അറിയില്ലല്ലോ എന്ന് നിങ്ങൾ വിഷമിക്കേണ്ട. ഈ വീഡിയോയോട് കൂടി ആ പരാതി അങ്ങ് തീർക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ സ്പേസ് പ്രോഗ്രാം പോലെ എന്ന് പറഞ്ഞില്ലേ, അതിൽ കാറിന്റെ നിർമ്മിതിയും അല്ലെങ്കിൽ പ്രസിഷനും മാത്രമല്ല കേട്ടോ, ഡ്രൈവറും ശരിക്കും അതേപോലത്തെ ഫോഴ്സുകളൊക്കെ അനുഭവിക്കുന്നുണ്ട്. കാരണം അത്രമാത്രം ജി ഫോഴ്സ് ആണ് ശരിക്കും ഓരോ ഡ്രൈവേഴ്സും അനുഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും, തലയിൽ ഒരു എക്യുപ്മെന്റ് കെട്ടിയിട്ട് സൈഡിലേക്ക് വലിക്കുന്ന ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ ട്രെയിനിങ് സെഷൻ ഉണ്ട്. അതൊക്കെ ഈ ജി ഫോഴ്സിന്റെ മാനിപ്പുലേഷൻ അല്ലെങ്കിൽ ജി ഫോഴ്സിന്റെ ഒരു സിമുലേഷനാണ് കാണിക്കുന്നത്. അത്രയും ഭീകരമാണ്. അപ്പോൾ സാധാരണ ഒരു മനുഷ്യന് എനിക്ക് തോന്നുന്നില്ല ആ വണ്ടിക്കകത്തിരുന്ന് അത്രയും ജി ഫോഴ്സ് ഫേസ് ചെയ്യാൻ പറ്റുന്നുള്ളത്. തലച്ചോറിൽ ഞരമ്പ് പൊട്ടി മരിച്ചു പോകാൻ തക്കവണ്ണം അത്രയും ജി ഫോഴ്സ് ഒക്കെ ആ കാറുകളിൽ അനുഭവിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. സാധാരണ കാറുകളെ പോലെ 4 വീലുകളുണ്ട്. പക്ഷേ സാധാരണ കാറുമായിട്ടുള്ള സാമ്യത ആ 4 വീലിൽ തീരാണ്. എഞ്ചിൻ ഗിയർ ബോക്സ് വീലൊക്കെ കാറാണ്, പക്ഷേ ഹാൻഡ്ലിങ്ങും അതല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റിയറിങ്ങും അതല്ലെങ്കിൽ പുൾ റാഡ് സസ്പെൻഷനും അതിൻ്റെ സെറാമിക് ബ്രേക്കുകളും അതിൻ്റെ എഞ്ചിനും സീക്വൻഷ്യൽ അഥവാ സെമി ഓട്ടോമാറ്റിക് ഗിയർ ബോക്സും എല്ലാം സാധാരണ കാറുകളെ പോലെ അല്ല. ഈ വണ്ടികൾ ഓരോ മത്സരം കഴിയുമ്പോൾ ഈ വണ്ടികൾ ഇവർ പുതുക്കി പണിയാൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഫീച്ചേഴ്സ് കൂട്ടാൻ അല്ലെങ്കിൽ ഇതിൻ്റെ ടെക്നിക്കൽ ബ്രില്യൻസ് ഒന്നുകൂടി വൃത്തിയാക്കാനും കൂട്ടാനും ശ്രമിക്കും. കാരണം ഈ മത്സരത്തിൽ കിട്ടിയ അത്രയും സ്പീഡ് പോരാ അടുത്ത മത്സരത്തിന്. അപ്പോൾ എന്നും ചേഞ്ചസ് വരുന്ന, നമ്മുടെ ഓട്ടോ ഇൻഡസ്ട്രിയിലെ ഭാഷയെ പറഞ്ഞാൽ എന്നും ഫേസ് ലിഫ്റ്റ് കിട്ടുന്ന, സ്റ്റിക്കർ അല്ല കേട്ടോ, ഫേസ് ലിഫ്റ്റ് കിട്ടുന്ന വണ്ടിയാണ് എന്നാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഫേസ് ലിഫ്റ്റ് ബോഡിയിലല്ല, വണ്ടിയുടെ ടെക്നോളജിയിലാണ്. നിങ്ങൾ കാറിൻ്റെ ബോഡിയിൽ, അതായത് ഫോർമുല 1 കാറിൻ്റെ ബോഡിയിൽ ചെറിയ ഫിന്നുകൾ, ചെറിയ ഇൻസെർട്ടുകൾ, ചെറിയ ആഡോൺസ് ഒക്കെ കാണില്ലേ? ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ അല്ലെങ്കിൽ ഹീറോ ഹോണ്ട HF പോലുള്ള വണ്ടികളിലെ സ്റ്റിക്കർ അടിച്ച് വരുന്ന പോലെയല്ല അത്. ഓരോ ചെറിയ ആഡോണും ആ വണ്ടിയിൽ മാരകമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന പറയണത്. അതായത് വണ്ടിയുടെ ഡിസൈൻ എന്ന് പറയുന്നത് എന്ത് ചെറിയ കാര്യം ചെയ്താലും അത് അതിനെ ശരിക്കും അതിൻ്റെ വേഗതയെ, അതിൻ്റെ പെർഫോമൻസിനെ, അതിൻ്റെ പ്രിസൈസ്നെസ്സിനെ ബാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഓരോ ചെറിയ കാര്യങ്ങളും ഈ ഫോർമുല 1 കാറിൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത്. ഓക്കെ, എയറോഡൈനാമിക്സിനായിട്ട് വണ്ടി ഉണ്ടാക്കി. വണ്ടി നിലത്തേക്ക് അമർത്തിപ്പിടിച്ച് കാറ്റ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. തിരിവെത്തുമ്പോൾ എന്ത് ചെയ്യും? തിരിവെത്തുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് എടുത്ത് അങ്ങ് പോകാം. അതായത് നല്ല ഹാൻഡ്ലിംഗ് ആണ്. പക്ഷേ സ്ട്രൈറ്റ് ലൈനിൽ ഈ എയറോഡൈനാമിക്സ്, ഈ അമർത്തിപ്പിടിക്കൽ വേഗത കുറയ്ക്കില്ലേ എന്ന് നിങ്ങൾക്ക് തോന്നില്ലേ? എനിക്കങ്ങനെ തോന്നിയിരുന്നു, നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. അതിനുള്ള സിസ്റ്റവും ഫോർമുല 1 കാറിലുണ്ട്. DRS അഥവാ ഡ്രാഗ് റിഡക്ഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ചെറിയ വിങ്, ഒരു സ്പോയിലർ പോലെ പിന്നിൽ കണ്ടിട്ടില്ലേ? അത് എപ്പോൾ ഉപയോഗിക്കണം എന്നുള്ളതും എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ ടീമിൻ്റെ സ്ട്രാറ്റജിയാണ്. എന്നാലും ആ വിങ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ എയറോഡൈനാമിക്സ് അല്ലെങ്കിൽ ഡ്രാഗ് കുറച്ചിട്ട് ഇവർ സ്പീഡിൽ പോകും. അതുകൊണ്ടാണ് സ്ട്രൈറ്റ് ലൈനിലും ഫോർമുല 1 കാർ പറന്ന് കയറി പോകുന്നത്. ഇനി മുകളിൽ കാണുന്ന 3 കാലുള്ള ഒരു റോൾ കേജ് പോലുള്ള സംഗതിയില്ലേ, അതിനെ ഹാലോ എന്നാണ് വിളിക്കുന്നത്. എന്താണ് ഹാലോ? സിമ്പിളാണ്. ആ ഹാലോ വണ്ടി തകുത്തി മാറാലും ഡ്രൈവറുടെ ദേഹത്തേക്ക് ആഘാതം വരില്ല. ഡ്രൈവറെ ഒരു കവചം പോലെ സംരക്ഷിക്കും. അത് ടൈറ്റാനിയമാണ്. 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ടൈറ്റാനിയമാണെന്ന് പറയാം. ഈ സംഗതികളൊക്കെ കൊണ്ട് തന്നെ ഫോർമുല 1 ഒരു പരിധിവരെ സുരക്ഷിതമാണ്. തീപിടിക്കാത്ത സ്യൂട്ട്, ഹാലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നിങ്ങൾ ഫോർമുല 1 റേസ് കണ്ടിട്ടുണ്ടെങ്കിൽ ചില ഡ്രൈവർമാരെങ്കിലും അപകടം പറ്റി പൂർണ്ണമായ നശിച്ച കാറിൽ നിന്നും ചുമ്മാ ഇറങ്ങി വരുന്നത് കണ്ടിട്ടുള്ളത്. ചില ചെറിയ പൊള്ളലുകളും ചെറിയ പരുക്കുമായിട്ട്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പണ്ട് ഫോർമുല 1 വണ്ടി ഇടിച്ചാൽ ആൾ തീരുമെന്നുള്ളത് ഒരു വലിയ കാര്യമായിരുന്നു, ഒരു വലിയ അപകട ഭീതി ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു. ഇപ്പോൾ അപകട ഭീതിയൊക്കെ ഉണ്ട്, എന്നാലും ഒരു പരിധിവരെ സുരക്ഷിതമാക്കിയിട്ടുണ്ട് ഫോർമുല 1 എന്നുള്ളതാണ്. കാറാണ്, കാറിൻ്റെ എഞ്ചിനാണ്. ഈ എഞ്ചിനെ കുറിച്ച് പറയണ്ടേ? ആദ്യകാലങ്ങളിൽ V8 എഞ്ചിനൊക്കെ ആയിരുന്നു ഫോർമുല 1. ഓക്കെ, വെയിറ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പിന്നീട് അത് 2 ലിറ്റർ ആയിട്ട് മാറി. 2 ലിറ്റർ ഹൈബ്രിഡായി. ഇപ്പോൾ 1.6 ഹൈബ്രിഡ് എഞ്ചിനാണ്. V6 ആണത്. അതിൻ്റെ BHP എന്ന് പറഞ്ഞാൽ 1000 BHP വരെയൊക്കെയുള്ള വണ്ടികൾ ഉണ്ടെന്ന് പറയുന്നത്. ആ 1000 BHPയും ഈ കുറഞ്ഞ വെയിറ്റും വെച്ചിട്ട് വണ്ടി പറക്കുകയല്ലോ, ശരിക്കും വിമാനം പോലെ പാറിപ്പോവല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് എന്ത് വെയിറ്റ് ഉണ്ടാവും വണ്ടിക്ക്? 1000 കിലോയുടെ താഴേക്ക് ആവും എല്ലാ കാലവും ഉണ്ടാവുക. മിനിമം വെയിറ്റ് സ്ട്രാറ്റജി ഉണ്ട്. ആ മിനിമം വെയിറ്റ് എന്ന് പറയുന്നത് 790 കിലോ ആണ്. അപ്പോൾ 790 മുതൽ അങ്ങോട്ട് 1000 കിലോ വരെയൊക്കെ വാഹനങ്ങളിൽ വെയിറ്റ് ഉണ്ടാവും. ഈ വാഹനങ്ങളിലെ ഒരു ഭാരമായിട്ട് കാണാം. ഇതിൽ ഏറ്റവും വലിയ കൗതുകം എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ ഓടിക്കുന്ന ഹോണ്ട സിറ്റി ആണ് അല്ലെങ്കിൽ മാരുതിയുടെ കാറുകളാണെങ്കിൽ നിങ്ങൾ 6000 RPM കണ്ടിട്ടുണ്ടാവും റെഡ് ലൈൻ. അതുപോലെ പല വണ്ടിക്കും റെഡ് ലൈനൊക്കെ കണ്ടാവും. ബൈക്ക് ഓടിക്കുമ്പോൾ 11,000 കണ്ടാവും, റെഡ് ലൈൻ കണ്ടാവും. പക്ഷേ ഫോർമുല 1 കാറുകൾക്ക്
15,000 RPM വരെ റവ് ചെയ്യാൻ പറ്റുന്നതാണ്. അത്രയും ക്യുക്കാണ്. അപ്പോൾ ഗിയർ ബോക്സ് എങ്ങനെയാണ് ഇത്രയും ക്യുക്കായിട്ടുള്ള RPM മാനേജ് ചെയ്യുന്നത്? ഗിയർ ബോക്സ് മാനേജ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങളൊരു ഷിഫ്റ്റ് ചെയ്യാണെന്ന് വയ്ക്കുക, നിങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഷിഫ്റ്റ് ഡൗൺ ചെയ്യണം. 8ാമത്തെ ഗിയറിൽ പോകുന്ന 8 സ്പീഡാണ് ഓട്ടോമാറ്റിക്. അതിൻ്റെ ആ ഒരു ഗിയർ ബോക്സ് പറയുന്നത് സെമി ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, 8ാമത്തെ ഗിയറിൽ പോകണം. നമുക്ക് ഡൗൺ ചെയ്യണമെങ്കിൽ വേഗതയോ അല്ലെങ്കിൽ എന്താ പറയുക കാര്യങ്ങളോ ശരിയല്ലെങ്കിൽ ഗിയർ ഡൗൺ ചെയ്താൽ എന്ത് ചെയ്യും? ഗിയർ ബോക്സ് പൊളിഞ്ഞു പോകും, എഞ്ചിൻ കംപ്ലൈൻറ്റ് ആവും. അതിനായിട്ടൊരു കമ്പ്യൂട്ടറിൻ്റെ വണ്ടിക്കകത്ത് ഈ കമ്പ്യൂട്ടറാണ് ഡിസൈഡ് ചെയ്യുന്നത് ഈ പറഞ്ഞ കമാൻഡ്, പാഡിൽ ചെയ്ത കമാൻഡ് ഷിഫ്റ്റ് ചെയ്യണോ, അത് കറക്റ്റ് സമയമാണോ എന്നൊക്കെ. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു തീരുമാനങ്ങൾ ഈ ഫോമുല 1 കാറിനകത്തുണ്ട്. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ സ്പേസ് പ്രോഗ്രാമില്ലേ, അതുപോലെ ഒരു സ്പേസ് ഷട്ടിൽ പോലെ കാറിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ അകത്തുള്ള കമാൻഡുകളും കാറിന് കൊടുക്കുന്ന ഈ ടീമിന് കൊടുക്കുന്ന കമാൻഡും ടീമിൻ്റെ കമാൻഡും എല്ലാം കൂടി ചേർന്നിട്ട് ഡ്രൈവറുടെ ഒരു പ്രസിഷനായിട്ടുള്ള ഒരു ഡ്രൈവിംഗ് കൂടി ചേരുമ്പോഴാണ് ഒരു ഗാനം പോലെ, വെള്ളത്തിനൊഴുക്ക് പോലെ ഈ മത്സരങ്ങളിൽ ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കമ്പ്യൂട്ടർ കൺട്രോൾഡ് ആയിട്ടുള്ള ഗിയർ ഷിഫ്റ്റിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഗിയർ ബോക്സിനോ എഞ്ചിനോ വണ്ടിക്കോ പണി കിട്ടാതിരിക്കുക എന്നുള്ളതാണ്. തദ്വാര ഡ്രൈവർക്കും പണി കിട്ടില്ല. F1 കാറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ടയറാണെന്ന്. ടയറില്ലെങ്കിൽ കാര്യമില്ല. ഇപ്പോൾ സോഫ്റ്റ്, മീഡിയം, ഹാർഡ് എന്ന ടയറുകളുണ്ട്. ഇതിൽ 2 സെറ്റ് ടയറുകൾ ഒരു റേസിൽ ഉപയോഗിക്കണം എന്ന് റൂളാണ്. അതായത് ആദ്യം ഓടിച്ചു തുടങ്ങിയ ടയറുകളിൽ റേസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒന്ന്, ആ ഒരു ടയർ ആ റേസ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാൻ തക്കവണ്ണം പര്യാപ്തമല്ല. 2 എന്ന് പറയുന്നത് റൂളാണ്. ഒരിക്കലെങ്കിലും പിറ്റ് സ്റ്റോപ്പ് കയറി ടയറുകൾ മാറണം എന്നുള്ളതാണ്. അപ്പോൾ തുടക്കം ഏത് ടയറിലാവണം, ഒടുക്കം ഏത് ടയറിലാവണം എന്നുള്ളത് തീരുമാനിക്കുന്ന ടീമാണ്, ടീം സ്ട്രാറ്റജിയാണ്. ചില ടീമുകൾ സോഫ്റ്റ് ടയറിൽ തുടങ്ങും, എന്നിട്ട് ആ ഒരു വേഗമൊക്കെ എടുത്ത് ടൈം കീപ്പ് ചെയ്ത് പിന്നീട് ഹാർഡ് ടയറിലേക്ക് മാറും. ചില ആളുകൾ തിരിച്ചും അല്ലെങ്കിൽ മീഡിയം ടയർ ഇട്ട് യൂസ് ചെയ്യും. അതായത് സോഫ്റ്റ് ടയറുകൾക്ക് കൂടുതൽ വേഗവും കൂടുതൽ ഗ്രിപ്പും കിട്ടുമെങ്കിൽ അത് അധിക സമയം ട്രാക്കിൽ ഓടിക്കാൻ പറ്റില്ല, കാരണം തേഞ്ഞും മാറ്റേണ്ടതായിട്ട് വരും. പക്ഷേ ഹാർഡ് ടയർ കുറച്ചധികം സമയം ട്രാക്കിൽ കിട്ടും. അത് കിട്ടുമെന്നുള്ള ഓക്കെ, പക്ഷേ സോഫ്റ്റ് ടയറിൻ്റെയോ അല്ലെങ്കിൽ ആ മീഡിയം ടയറിൻ്റെ അത്രയൊന്നും ഗ്രിപ്പൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ ഈ പിറ്റ് സ്റ്റോപ്പ് കയറുമ്പോഴാണ് മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ടൈം ലൂസ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ഞാൻ വഴിയെ പറയാം. ഫോമുല 1 കാറുകൾക്കടിയിൽ ഒരു വുഡ് പ്ലാങ്ക്, അഥവാ നമ്മുടെ ഭാഷ പറഞ്ഞ ഒരു മരക്കഷ്ണം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതെന്താണെന്നറിയോ? എല്ലാ വണ്ടിക്കും റെഗുലേഷൻസും റൂൾസും ഒരേപോലെയാണ്. ഓക്കെ, വണ്ടികൾ നിർമ്മിക്കുന്നത് കമ്പനികളാണെങ്കിലും അതിൻ്റെ സ്പെസിഫിക്കേഷനും എല്ലാം റൂൾ ബുക്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റൂൾ ബുക്കിൽ ഉള്ളൊരു കാര്യമാണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് ലിമിറ്റ് നിർത്താൻ വേണ്ടിയിട്ട് ഇവരെ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഈ ഒരു മരക്കഷ്ണം. ആ മരക്കഷ്ണത്തിനേക്കാൾ കുറച്ച്, ആ മരക്കഷ്ണം നിലത്തുനിന്ന് പൊങ്ങി നിൽക്കുന്നതിനൊക്കെ കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് അതിപ്പോഴും യൂസ് ചെയ്യുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞാൽ എന്തുണ്ടാവും നിങ്ങൾക്ക് അറിയാലോ. ഇപ്പോൾ നിലം മുട്ടി പോകുന്ന കാറുകൾക്ക് ഗ്രിപ്പ് കൂടുതലായിരിക്കും, അത് വണ്ടിയുടെ പെർഫോമൻസിനെ ബാധിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വണ്ടിയേക്കാൾ കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിക്ക് വേഗത കുറവായിരിക്കും എന്ന് പറയുന്ന പോലെ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ചെക്കിൽ നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മരക്കഷ്ണം യൂസ് ചെയ്യുന്നതെന്നുള്ള പറയുന്നത്. ഇത് കുറേ കാലമായിട്ട് വണ്ടികളിലൊരു ട്രഡീഷനാണ്. ചില കാര്യങ്ങൾ പോലെ പണ്ടേ ചെയ്ത ഒരു കാര്യങ്ങൾ ഇങ്ങനെ കീപ്പ് ചെയ്ത് പോകില്ല, അതുകൊണ്ട് ഇപ്പോഴും അത് കീപ്പ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അത് മരക്കഷ്ണമല്ലെന്നും കാർബൺ ഫൈബർ ആണെന്നും പറയുന്നുണ്ട്. എന്നാലും അങ്ങനെ ഒരു സംഗതി, ഒരു പ്ലാങ്ക് വണ്ടിക്കകത്തുണ്ട് എന്നുള്ളതാണ്. അകത്തല്ല, പുറത്ത് താഴെയായിട്ട്. ഈ കാറുകളിലെ സസ്പെൻഷനും ബ്രേക്സും മാരകമാണ്. നമ്മുടെ കാറുകൾ കാണുന്ന സസ്പെൻഷൻ അല്ല അത്. അതിന് പ്രത്യേകതകളുണ്ട്. മുന്നിൽ പുഷ് റോഡും പിന്നിൽ പുൾ റോഡുമാണ്. അത് സസ്പെൻഷൻ്റെ ഒരു വീഡിയോ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ പറയാം. എന്തായാലും ആ കാര്യം എന്ന് പറയുന്നത് കൂടുതൽ ഫോഴ്സും കൂടുതൽ കാര്യങ്ങളും എടുക്കാൻ തക്കവണ്ണമായിട്ടുള്ള ഒരു സസ്പെൻഷൻ സെറ്റപ്പാണ്. ഇതൊരു കാർബൺ ഫൈബർ ടഗാണ്. ഈ ഒരു മോണോക്കോക്ക് നിർമ്മിതിയാണ് ഈ ഒരു വണ്ടിയുടെ ബോഡി. അപ്പോൾ അതിൻ്റെ മുകളിലേക്കാണ് ഈ ഒരു സസ്പെൻഷൻ വെച്ചേക്കുന്നത്. പിന്നെ ബ്രേക്സ് എന്ന് പറയുന്നത് കാർബൺ ബ്രേക്സ് ആണ്. അത് അത്രയും ഹീറ്റ്, 1000 ഡിഗ്രി വരെ ഹീറ്റൊക്കെ ഏറ്റെടുക്കുന്ന ബ്രേക്സ് ആണ്. ഇതിൻ്റെ മുന്നിലെ ബ്രേക്ക് പോലെയല്ല പിന്നിലെ ബ്രേക്ക് എന്നുള്ളൊരു കൗതുക. പിന്നിലെ ബ്രേക്ക് ഡ്രൈവ് ബൈ വയറാണ്. അതായത് പിന്നിലെ ബ്രേക്കിലേക്ക് ഡയറക്റ്റ് കണക്ഷൻ അല്ല, അത് ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് ആണെന്നുള്ളതും ഒരു കൗതുകം ഉണ്ടാകുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ കാറിൻ്റെ ഏറെക്കുറെ രൂപമൊക്കെ കിട്ടിയില്ലേ? അതിൻ്റെ മുന്നിലെ ചിറകുകൾ എയറോഡൈനാമിക്സ് സഹായിക്കുന്നു. അതിൻ്റെ മുകളിലെ ആ ഹാലോ എന്ന് പറയുന്നത് വണ്ടി മറിഞ്ഞാൽ ഡ്രൈവറെ സംരക്ഷിക്കുന്ന കവചമായിട്ട് നിലകൊള്ളുന്നു. ബ്രേക്കുകൾ 1000 ഡിഗ്രി വരെ എടുത്ത് നിൽക്കും. V6 എഞ്ചിനാണെന്ന് പറഞ്ഞു, ഹൈബ്രിഡ് ആണെന്ന് പറഞ്ഞു, ഇതിൻ്റെ DRSനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഈ വണ്ടിക്ക് നമ്മുടെ ഇലക്ട്രിക് കാറുകൾ പറഞ്ഞ പോലെ റീജനറേഷനൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ വണ്ടിയുടെ ഒരു പ്രോപ്പർ റിവ്യൂ പോലെ വേറെ എപ്പോഴും ചെയ്യാം. എന്തായാലും കാറിനെ കുറിച്ച് ലളിതമായിട്ട് പറഞ്ഞ ഒരു വർക്ക് ഓഫ് ആർട്ട്, ഒരു മാസ്റ്റർ പീസ്, അതാണ് ഓരോ F1 കാറും. ഈ കാറുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ അത് കാണുമ്പോൾ നമ്മുടെ മനസ്സിങ്ങനെ ചാഞ്ചാടും, ഒന്ന് ഓടിച്ചു പോകണമെന്നുള്ളത്. പക്ഷെ നമുക്ക് സാധാരണക്കാർക്ക് അത് ഓടിച്ചു നോക്കാൻ പറ്റില്ല എന്നുള്ളതുമാണ്. ഇപ്പോൾ ഈയിടെ കണ്ട F1 കാറുകളിൽ അവർ ഉപയോഗിച്ച കാറുകളൊന്നും F1 കാറുകളല്ലാത്രേ, അത് F3 കാറുകളാണെന്നാണ് പറയുന്നത്. അതിനെ മോഡിഫൈ ചെയ്തിട്ട് F1 കാറുകളാക്കിയിട്ടാണ് യൂസ് ചെയ്തതെന്ന് പറയുന്നത്. ഇത്രയുമാണ് കാറിൻ്റെ കാര്യങ്ങൾ. ഓരോ F1 കാറിനും $millions ആണ് വില. ഒരു വിമാനം പോലെയുള്ള ടെക്നോളജിയും വിമാനം പോലെയുള്ള വിലയും, പക്ഷേ സൈസ് വിമാനത്തിൻ്റെതല്ല. ഇനി നമുക്ക് മത്സരത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയാം. എന്താണ് ഫോമുല 1, എങ്ങനെയാണ് ഫോമുല 1 വർക്ക് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ റൂൾസ്? ഫോമുല 1 ഒരു സങ്കീർണമായ മത്സരമാണ്. അത് വണ്ടി ഓടിക്കുന്ന ആൾക്ക് മാത്രമല്ല, വണ്ടി ഉണ്ടാക്കുന്നവർക്കും വണ്ടിയുടെ ടീമിനും എല്ലാം ആ മത്സരം സങ്കീർണമാണ്.
ഓരോ വണ്ടിയും ഒരു പ്രസിഷൻ കാറാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, പക്ഷേ ഓരോ കാറിനും ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രം മതി ഇവിടെ വിജയിക്കാനും തോൽക്കാനും എന്നുള്ളതാണ്. ഈ വണ്ടി ഓടിക്കുന്നവർക്ക് നിയമമുണ്ട്, വണ്ടി ഉണ്ടാക്കുന്നവർക്ക് നിയമമുണ്ട്, വണ്ടിയുടെ ട്രാക്കിന് നിയമമുണ്ട്. 200ഓളം പേജ് വരുന്ന ഒരു റൂൾ ബുക്ക് തന്നെ, 200ലധികം പേജുള്ള റൂൾ ബുക്ക് തന്നെ F1ന്റെ കാര്യങ്ങൾക്കായിട്ട് അത് ഞാൻ താഴെ അറ്റാച്ച് ചെയ്യാം, നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. സിമ്പിളായിട്ട് പറഞ്ഞാൽ സ്പോർട്ടിംഗ് കോഡ് ഡ്രൈവേഴ്സിന്, ഫിനാൻഷ്യൽ സെറ്റ് ഓഫ് റൂൾസ് എന്ന് പറയുന്നത് ടീമിന്. 1950 ഫോർമുല 1ന്റെ തുടക്കം. ലോകത്തെമ്പാടുമുള്ള പല റേസിംഗ് ട്രാക്കുകളിലെ റേസിംഗ് പരമ്പര. റൂൾസൊക്കെ ഇന്നത്തെ പോലെ തന്നെ. ആദ്യം ആര് ഫിനിഷിംഗ് ലൈൻ ക്രോസ് ചെയ്യുന്നു അവർ ജയിക്കും. ആദ്യ 10 സ്ഥാനങ്ങളിൽ എത്തുന്നവർക്ക് പോയിന്റുകളും എല്ലാ റേസിലും കൂടി ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടുന്ന ഡ്രൈവർ ചാമ്പ്യനുമാവും. 1950 ഈ ഫോർമുല 1 റേസിംഗ് തുടങ്ങുമ്പോൾ അത് 7 മത്സരങ്ങളായിരുന്നു. ഇന്നത് 24 മത്സരങ്ങളാണ്. മാർച്ചിൽ തുടങ്ങി നവംബറിൽ അവസാനിക്കുന്ന ഒരു സീസൺ. ലോകത്തിലെ പല ട്രാക്കുകളിൽ അല്ലെങ്കിൽ മാറ്റം വരുത്തിയ സ്ട്രീറ്റുകളിലൊക്കെയാണ് F1 അഥവാ ഫോർമുല 1 മത്സരങ്ങൾ നടക്കുക. കമ്പ്യൂട്ടർ ഗെയിമുകൾ, ഇപ്പോൾ മൊബൈലാണെങ്കിൽ റിയൽ റേസിംഗ്, അങ്ങനെയുള്ള ഗെയിമൊക്കെ കളിച്ച ആളുകൾക്ക് ഈ പറയുന്ന ട്രാക്കുകളൊക്കെ സുപരിചിതമായിരിക്കും. എനിക്കൊക്കെ ട്രാക്കുമായിട്ടുള്ള പരിചയം എന്ന് പറയുന്നത് റിയൽ റേസിംഗ് പോലുള്ള ഗെയിമുകളിൽ നിന്നാണ്. അല്ലാണ്ട് നമ്മൾ ഈ പറഞ്ഞ മാതിരി വലിയ വീഡിയോ ഗെയിംസ് ഒന്നും കളിച്ചിട്ടില്ല കമ്പ്യൂട്ടറിൽ. യൂറോപ്പ്, ഏഷ്യ, അമേരിക്ക, മിഡിൽ ഈസ്റ്റ്, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലാണ് ഈ മത്സരങ്ങളൊക്കെ സാധാരണ നടക്കാറുള്ളത്. ഈ ഫോർമുല 1 മത്സരങ്ങൾ ഇന്ന് ഗ്രാൻഡ് പ്രിക്സ് എന്നാണ് അറിയപ്പെടുന്നത്. അതൊരു ഫ്രഞ്ച് വാക്കാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ഇംഗ്ലീഷിൽ ബിഗ് പ്രൈസ് അഥവാ വലിയ സമ്മാനമെന്നോ വലിയ മണി എന്നോ ആണ് അതിൻ്റെ അർത്ഥം. ഞായറാഴ്ചകളിലാണ് റേസിംഗ് നടക്കുക. വെള്ളി, ശനി, ഞായർ 3 ദിവസങ്ങളായിട്ട് നടക്കുന്ന ഒരു മാമാങ്കമാണ് നമ്മുടെ ഫോർമുല 1 റേസിംഗ്. 2 മണിക്കൂർ അഥവാ 190 മൈൽസ് എന്ന് വെച്ചാൽ 306 കിലോമീറ്റർ. അതാണ് ഒരു ഫോർമുല 1 റേസിൻ്റെ ദൈർഘ്യം. ഇതിൽ ഓരോ ഡ്രൈവറും ഒരു സെറ്റ് ടയറെങ്കിലും മാറിയിരിക്കണം. അതായത് 4 ടയർ ഒരിക്കലെങ്കിലും മാറിയിരിക്കണം. 3 സെക്കൻഡിനുള്ളിൽ പിറ്റ് സ്റ്റോപ്പ് കംപ്ലീറ്റ് ആക്കും വേണം. എത്രയും പെട്ടെന്ന് പിറ്റ് സ്റ്റോപ്പ് കംപ്ലീറ്റ് ആകുന്നു അത്രയും വിജയ സാധ്യതയും കൂടും. ഞായറാഴ്ചകളിലാണ് സാധാരണയായിട്ട് റേസ് നടക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഒരു വീക്കെൻഡ് പരിപാടിയായിട്ട് തന്നെ കാണാം. കാലങ്ങളായിട്ട് അഥവാ പരമ്പരാഗതമായിട്ട് അത് അങ്ങനെ തന്നെയാണ്. ഞായറാഴ്ച നടക്കുന്ന റേസ്, വെള്ളിയാഴ്ച അതിൻ്റെ പ്രാക്ടീസ് സെഷൻ, ശനിയാഴ്ച ക്വാളിഫയിങ്. ഈ പ്രാക്ടീസ് സെഷൻ എന്ന് പറയുന്നത് 2 പ്രാക്ടീസ് സെഷനാണ് ഓരോ മണിക്കൂറുകളായിട്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവർമാർക്ക് വണ്ടിയെക്കുറിച്ച് കൂടുതൽ അറിയാനും അതുപോലെ ട്രാക്കിൽ എന്താണ് അവസ്ഥ എന്ന് അറിയാനൊക്കെ ഉപകരിക്കുന്ന ഒരു കാര്യമാണത്. വണ്ടിയുടെ ഒരു പെർഫോമൻസിൻ്റെ കാര്യവും ട്രാക്കിൻ്റെ ഒരു വിവരങ്ങളൊക്കെ കിട്ടിയാലല്ലേ പിന്നീട് റേസിൽ അതെടുത്ത് പ്രയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ സർക്യൂട്ട് എങ്ങനെയാണെന്ന് അറിയും വേണം, അതും ഇമ്പോർട്ടൻ്റ് ആണ്. അതിനടുത്ത ദിവസം ക്വാളിഫയിങ് ആണ്, ശനിയാഴ്ച. ക്വാളിഫയിങ് ലാപ്പ് ടൈമാണ്. ഓരോ ഡ്രൈവർക്കും തങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ലാപ്പ് ടൈം സ്കോർ ചെയ്യാൻ പറ്റും. അങ്ങനെ സ്കോർ ചെയ്യുമ്പോൾ ആ സ്കോറിങ്ങിനനുസരിച്ചാണ് പിറ്റേ ദിവസം, അതായത് റേസിംഗ് ഡേയിൽ എവിടെയാണ് പൊസിഷൻ എന്നറിയാം. ഓരോ പൊസിഷനിൽ നിന്നിട്ടാണ് റേസിംഗ് തുടങ്ങുക. അങ്ങനെ ആദ്യ പൊസിഷനിൽ നിൽക്കുന്ന ആൾക്ക് വിജയസാധ്യത കൂടുമെന്ന് നമുക്കറിയാലോ. അവരെ പോൾ പൊസിഷൻ എന്നാ പറയാം. പോൾ പൊസിഷനിൽ റേസ് തുടങ്ങിയാൽ കുറച്ച് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. നമുക്ക് മുമ്പിൽ ആരുമില്ല, നേരെ അങ്ങ് പോകാന്നുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പോൾ പൊസിഷന് വേണ്ടി ഏറ്റവും ബെസ്റ്റ് ടൈം ലാപ്പ് എടുക്കാനായിട്ട് ക്വാളിഫയിങ് സെഷനിൽ ഡ്രൈവർമാർ മത്സരിക്കാറുണ്ട്. കുറച്ചു കാലമായിട്ട് അഡീഷണൽ സ്പ്രിന്റ് റേസ് കൂടി നടക്കുന്നുണ്ട്. ആ ശനിയാഴ്ച ദിവസങ്ങളിലെ ക്വാളിഫയിങ് കഴിഞ്ഞിട്ട് ഈവനിങ്ങിലാണ് നടക്കുക. ഹാഫ് എ ഡസൻ ഇവന്റ് എന്ന് വിളിക്കുന്ന ഈ ഒരു പരിപാടിക്ക് ശരിക്കും ചാമ്പ്യൻഷിപ്പിൽ പോയിന്റുകളുണ്ട്. ആ സംഗതി എന്ന് പറയുന്നത് റേസിന്റെ 1/3 ഭാഗമേ ഉണ്ടാവുള്ളൂ. ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഓട്ടോമൊബൈൽ FIA ആണ് ഫോർമുല 1 റേസൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അതിന്റെ റൂൾസും റെഗുലേഷൻസും ഒക്കെ തീരുമാനിക്കുന്നത്. പാരീസിലാണ് FIAയുടെ ആസ്ഥാനം. 1904 തുടങ്ങിയിട്ടുള്ള FIA എന്ന് പറയുന്നത് കഠിനമായ റൂളുകളും കഠിനമായിട്ടുള്ള നിർദ്ദേശങ്ങളുമൊക്കെയാണ് F1 കാറുകൾക്കും F1 സർക്യൂട്ടുകൾക്കും ഡ്രൈവർക്കും ഒക്കെ നൽകിയിട്ടുള്ളത്. അതൊക്കെ തന്നെയും ഈ F1 റേസിന്റെ സുരക്ഷ കൂട്ടാനായിട്ട് സഹായിക്കുന്ന കാര്യമാണ്. ഈ സർക്യൂട്ടിനും കൊമേഴ്ഷ്യൽ പാർട്ട്ണർഷിപ്പിനും TV ചാനലുകൾക്ക് വേണ്ടിയിട്ട് FOM എന്ന് വെച്ചാൽ ഫോർമുല 1 മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഒരു ബോഡി ഉണ്ട്. ഈ ബോഡി അമേരിക്ക ബേസ് ചെയ്തിട്ടുള്ള ലിബർട്ടി മീഡിയ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഉടമസ്ഥതയിലാണ്. ഈ ഫോർമുല 1 പങ്കെടുക്കുന്ന ടീമുകളൊക്കെ തന്നെയും മിക്കവാറും ഒക്കെ കാർ മാനുഫാക്ചർ ആയിരിക്കും. മെഴ്സിഡീസ് ബെൻസ്, അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഫെരാരിയാണ് ഏറ്റവും പഴക്കം ചെന്ന F1 ടീം എന്ന് പറയാം, ഏറ്റവും ലെഗസിയുള്ള F1 ടീം എന്ന് പറയാം. 1950 ഫെരാരിയുടെ തുടക്കം എന്ന് പറയുന്നത്. ഇനി ഓരോ ടീമിനും 2 കാറുകൾ വീതമാണ് ഉണ്ടാവുക. 10 ടീം 20 കാറുകൾ. ഓരോ ടീമും അവരുടെ കാറുകൾ സ്വന്തമായിട്ട് നിർമ്മിക്കണം. അതിന് റെഗുലേഷൻസ് ഉണ്ട്, റൂൾസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. എന്നാലും ഓരോ കാറുകളും വ്യത്യസ്തമാണെന്ന് കാണാം. ഓരോ കാറുകളും പ്രത്യേകമായി നിർമ്മിക്കുന്ന അതുകൊണ്ട് തന്നെ കാറുകൾ തമ്മിലുള്ള മത്സരം കൂടി ഇവിടെ നടക്കുന്നുണ്ട്. അതിനെ കൺസ്ട്രക്ടേഴ്സ് ചാമ്പ്യൻഷിപ്പ് എന്നാണ് പറയാം. ഒരു പരിധിവരെ 2 മത്സരങ്ങളാണ് ഒരു മത്സരത്തിൽ നടക്കുന്നതെന്ന് പറയാം. ഓരോ ഫോർമുല 1 റേസും ഡ്രൈവേഴ്സിൻ്റെയും ഈ കൺസ്ട്രക്ടർ ടീമിൻ്റെയും കൂടി ചാമ്പ്യൻഷിപ്പാണ്.
ഈ ചാമ്പ്യൻഷിപ്പുകളിലപ്പോൾ വിജയിക്കുന്നത് ഡ്രൈവേഴ്സ് മാത്രമല്ല, ആ കൺസ്ട്രക്ടേഴ്സ് കൂടിയാണ്, വാഹന നിർമ്മാതാക്കൾ കൂടിയാണ്. ഞാൻ പറയുന്നത് ടീം ഉടമസ്ഥരല്ല, ടീമിലെ കാറുകൾ ഉണ്ടാക്കുന്നവരെയാണ്. അപ്പോൾ ഓരോ സീസണിന് വേണ്ടി മികച്ച ഡ്രൈവർമാരെ തിരഞ്ഞെടുക്കാൻ വേണ്ടി കമ്പനികൾ അല്ലെങ്കിൽ ഈ F1 ടീമുകൾ മത്സരിക്കും. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ലൂയിസ് ഹാമിൽട്ടനാണ് മെഴ്സീഡസ് ബെൻസിൻ്റെ ഡ്രൈവർ എന്നുള്ളത്. അങ്ങനെ കുറേ ആളുകളുണ്ട്. ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടൊരു ഗെയിമാണ് ഫോമുല 1 എന്ന് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ ഫിനാൻഷ്യൽ ആസ്പെക്ട് എന്ന് പറയുന്നത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യങ്ങളല്ല. മില്യൺസ് ചിലവാക്കിയിട്ട് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് അത്രയൊന്നും ഇല്ലെന്നൊക്കെയാണ് ഞാൻ കേട്ടത്. അതിനെക്കുറിച്ച് വേണമെങ്കിൽ വീഡിയോ ചെയ്യാവുന്നതാണ്. ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടൊരു ഗെയിമാണ് ഫോമുല 1 എന്ന് പറഞ്ഞു. പക്ഷേ ഫോമുല 1 റൂൾ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ലളിതമായിട്ട് പറഞ്ഞാൽ 3 ദിവസങ്ങളായിട്ട് നടക്കുന്ന ഒരു മാമാങ്കം എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ വെള്ളിയാഴ്ച തുടങ്ങിയിട്ട് ഞായറാഴ്ച അവസാനിക്കുന്ന മത്സരങ്ങളാണ്. പ്രാക്ടീസ് ലാപ്പ് വെള്ളിയാഴ്ച, ശനിയാഴ്ച ക്വാളിഫയിങ്ങിൽ ബെസ്റ്റ് ടൈമിൽ ലാപ്പ് ഫിനിഷ് ചെയ്യുന്ന, ഏറ്റവും വേഗം ലാപ്പ് ഫിനിഷ് ചെയ്യുന്ന ആൾ മുമ്പിൽ പോൾ പൊസിഷനിൽ, പിന്നീട് അങ്ങോട്ട് പിന്നോക്കം 20 പേര് 10 ടീം. അതിൽ റേസിംഗ് തുടങ്ങിയിട്ട് ഈ പറയുന്ന 190 മൈൽസ് അഥവാ 306 കിലോമീറ്റർ ദൂരം ആദ്യം എത്തുന്ന ആളാണ് ജയിക്കുക. അതിനിടയിൽ ടയർ മാറാൻ വേണ്ടി പിറ്റ് സ്റ്റോപ്പ് കയറണം. ആ പിറ്റ് സ്റ്റോപ്പ് കയറി ടയർ മാറി പുറത്ത് വന്നിട്ട് നമ്മൾ ഈ ഒരു കീപ്പ് ചെയ്ത് ആദ്യം തന്നെ എത്തിയാലേ ജയിക്കുള്ളൂ. എന്തായാലും എല്ലാ ടീമിനും പിറ്റ് സ്റ്റോപ്പ് കയറണം എന്നുള്ളത്, അവിടെ കിട്ടുന്ന സെക്കൻഡുകൾ വാല്യുബിൾ ആണ്. ഇപ്പോൾ 2 സെക്കൻഡിൽ തീരാണെങ്കിൽ നല്ലത്, 1 സെക്കൻഡിൽ തീരാണെങ്കിൽ അത്ര നല്ലത്, 3 സെക്കൻഡ് വരെ എടുക്കാം. ടയർ എന്തായാലും മാറണം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും അവിടെ കയറിയേ പറ്റൂ. അതിന് ടീം സ്ട്രാറ്റജി ഉണ്ട്, ടീം പ്രിൻസിപ്പാൾ ഉണ്ട്, ടീം മൊത്തമുണ്ട്, കൺസ്ട്രക്ടർ ഉണ്ട്, നിർമ്മിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഓരോ മത്സരവും അത് ടീമിന് വേണ്ടിയും ഡ്രൈവർക്ക് വേണ്ടിയുമാണ്. ഓരോ കമ്പനിയിൽ അല്ലെങ്കിൽ ഓരോ F1 ടീമിലുള്ള ഡ്രൈവേഴ്സ് തമ്മിൽ മത്സരമുണ്ട്. 1-2 ഡ്രൈവർമാർ ഒരു ഗെയിമിൽ ആദ്യം ഓടിക്കുന്ന ആളായിരിക്കില്ല അടുത്ത ഗെയിമിൽ ആദ്യം ഓടിക്കുക. അവർ തമ്മിലും മത്സരമുണ്ട്. എന്തായാലും ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള, കാണാൻ നമുക്ക് ഇമ്പമുള്ള, കാണാൻ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് അല്ലെങ്കിൽ ഒരു സ്പോർട്ടാണ് ഫോമുല 1. എനിക്ക് ഫോമുല 1 ഇഷ്ടമാണ്, നിങ്ങൾക്കും ഇഷ്ടമാണെന്ന് കരുതാണ്. എന്തായാലും ഈ വീഡിയോ ഉപയോഗപ്പെട്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം. എന്താണ് മനസ്സിലാകാമെന്ന് ചോദിക്കൂ. അറിയുന്ന വിധത്തിൽ അറിഞ്ഞ് കണ്ടുപിടിച്ച് ചെയ്തു തരാം. ഞാൻ അവിടെ മുകളിലെ ബാനറിൽ എഴുതിയ പോലെ എനിക്ക് മനസ്സിലായത് ഞാൻ നിങ്ങൾക്കും പറഞ്ഞുതരും. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.